ഹായ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലെ. അപ്പൊ ഞങ്ങള് വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്താ ചെയ്തെങ്കിൽ എണ്ണ തല തേച്ചു കുറെ നാളുകൾക്ക് ശേഷം എണ്ണ തല തേച്ചു അല്ലേ. അതെങ്ങനെ നമ്മൾ തേച്ചത്? എണ്ണ തേച്ച് എണ്ണ നമ്മൾ തേച്ച് ഉണ്ടാക്കിയെടുത്ത എണ്ണ അല്ലേ. ഞങ്ങൾ ഇന്നൊരു എണ്ണ കാച്ചിട്ടുണ്ട്. അതായത് പിള്ളേർക്കൊക്കെ എപ്പോഴും ജലദോഷം. അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്ക് എണ്ണയൊന്നും വെച്ച് കൊടുക്കണ്ടാന്നേ. അപ്പൊ എണ്ണ തേച്ച് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാണ് മുടിയ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ നമുക്ക്, ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാട്ടോ, യൂട്യൂബിൽ നോക്കിയപ്പം ഇങ്ങനെ പിള്ളേർക്ക് എണ്ണ കാച്ചാനുള്ള ഒരു ഇത് കണ്ടു. അപ്പൊ അതില് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്ന് പിള്ളേരെയും കൊണ്ട് ഞാൻ എല്ലാം പറപ്പിച്ചെടുത്തത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് എണ്ണ കാച്ചിരിക്കുന്നത് കേട്ടോ. എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ എന്നാ പറിച്ചു നമ്മള്? ആര്യവേപ്പിന്റെ ഇല പറിച്ചു, തുളസി ഇല, പനിക്കൂർക്കല, പിന്നെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെന്താ ഇട്ടോ നമ്മള്? അമ്മ മറന്നുപോയില്ലായിരുന്നു ഒരു സാധനം. എണ്ണയല്ലല്ലോ, കുരുമുളക്. അപ്പൊ ഞങ്ങള് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പൊ പിള്ളേരാണ് എനിക്ക് എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നത് അല്ലെ. പിള്ളേർക്കുള്ള എണ്ണ അവര് തന്നെ ചെയ്തു അല്ലെ. കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും എണ്ണനെ കുറിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പിള്ളേർക്ക് ഇനിയിപ്പോ എന്ത് തേച്ച് കൊടുക്കും എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. എന്തെങ്കിലും ഹെയർ സിറമോ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ അത് പിള്ളേർക്കൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എന്തെങ്കിലും ഉപയോഗിക്കുന്ന പിള്ളേർക്കുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ഇടണം കേട്ടോ അല്ലെ. പറഞ്ഞു. അപ്പോ ഞങ്ങള് പണി കഴിഞ്ഞ് വന്നിരിക്കാനല്ലേ. അപ്പൊ ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവാണ്. നിങ്ങളെ വീഡിയോ ഒന്ന് പോയി കാണൂ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ഞങ്ങളുടെ അഭിപ്രായം പറയണേ. എല്ലാരും ഒന്ന് പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിള്ളേരുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പൊ ടാറ്റ പറഞ്ഞേ. അപ്പൊ എന്തായാലും വീഡിയോ കാണൂ കേട്ടോ എല്ലാരും. അങ്കിപ്പെണ്ണ എന്നാ പണിയാ? അങ്ങനെയല്ല, അതിന്റെ തണ്ടായിട്ട് വേണം ഓടിക്കാന് കേട്ടോ. തണ്ടൊടിച്ചേ. ഒരു തണ്ട് കൂടെ ഓടിക്കേ. ഇച്ചിരി വലിയൊരു തണ്ട് ഓടിക്കുക കേട്ടോ. ഇതെന്തിനാ നമ്മള്? തലേ വെക്കാനല്ല, എണ്ണ കാച്ചാൻ. ഒരെണ്ണോടെ പറിച്ചോ. ഇനി ഈ പാത്രത്തിലോട്ട് വെച്ചോ. പാത്രത്തിൽ പിടിച്ചോ. പിടിക്ക്. സരമോളെ മതി. അതെന്നതാ പറിക്കുന്നേ? പനിക്കൂർക്കയല്ല, അത് പറിക്ക്. ഇതാ വലിയൊരു തണ്ട് പറിക്കുക. വലിയ തണ്ടായിട്ട് പറിക്കുക കേട്ടോ. അതല്ലടി ഈ നിൽക്കുന്നത് പറിക്കുക. ഇത് കണ്ടോ? ഈ നിൽക്കുന്ന മേളിൽ നിൽക്കുന്ന ഈ തണ്ട് പറിക്കുക. ഇത് എടി ഇത് ഒരെണ്ണോടെ പറിച്ചോ. ഈ ഒരു തണ്ടൂടെ പറിച്ചോ. മതി. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്നൊക്കെ പറിച്ചെങ്കിൽ പനിക്കൂർക്ക. ഇനി നമുക്ക് ആര്യവേപ്പിന്റെ ഇല അടി പറിക്കേണ്ടത് കേട്ടോ. അതമ്മ പറിച്ചിട്ട് വരാം. ഒരു തണ്ട് പറിക്കാം. ആര്യവേപ്പ് ഇപ്പൊ എന്നൊക്കെയായി നമുക്ക്? പനിക്കൂർക്കയില്, ആര്യവേപ്പിന്റെ ഇല. ഇനി ഒരു സാധനം കൂടെ വേണം. അത് നമുക്ക് അകത്താം. നമുക്ക് അകത്തോട്ട്. ചെറുള്ളി എടുത്തിട്ടുണ്ട്, പനിക്കൂർക്കയില ഉണ്ട്, പിന്നെ തുളസി ഇല ഉണ്ട്, പിന്നെ ആര്യവേപ്പിന്റെ ഇലയാണ് കേട്ടോ. ഒരു 2 തണ്ടാണ് എടുത്തിരിക്കുന്നത്. ചെറുള്ളി ഇത്ര എടുത്തിട്ടുള്ളൂ. അങ്ങനെ കണക്കൊന്നുമില്ല. ഒരു കുറച്ച് എണ്ണ, ഒത്തിരി ഒന്നും വേണ്ടല്ലോ. ഒരു പനിക്കൂർക്കയില ഒരു 2 തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ തുളസി ഇല ഒരു 2-3 തണ്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനി അരയ്ക്കുന്നൊന്നുമില്ല മിക്സിയിൽ. ഇതൊന്ന് നന്നായിട്ട് ചതച്ച് നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കാണിച്ചു തരാവേ. ഇസബെല്ലാണോ ഇടിക്കുന്നത്? ഞാൻ ഇടിക്കാൻ എടുത്തപ്പോഴത്തേക്ക് ഇസബെൽ ഇടിക്കാന്ന് പറഞ്ഞിട്ട് ഇടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞോ? നോക്കട്ടെ, തുറന്നേ ഒന്ന്. മതി. സാധനങ്ങളൊക്കെ ഒന്ന് ഒരു കല്ലിലിട്ട് ഇടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലേക്ക് ഇടാം കേട്ടോ.
അപ്പോൾ ഞാനിത് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞു വരിക. പതയെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആറിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതെടുത്ത് അരിച്ച് ഒരു കുപ്പിയിലാക്കി വെക്കാം കേട്ടോ. ഞങ്ങളുടെ തലയിലൊക്കെ തേച്ച് കൊടുക്കും. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 5-6 കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പൊട്ടലൊക്കെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ പൊട്ടൽ പൂർണ്ണമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി നമുക്കിത് ആറിക്കഴിയുമ്പോൾ അരിച്ച് ഞാൻ കാണിച്ചു തരാം. എന്നത് അതെന്താ എണ്ണ റെഡി ആയിട്ടുണ്ടെന്ന് പറ. എണ്ണ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എണ്ണ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞേരെ. ടാറ്റ കൊടുക്കും. പിന്നെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണണം. ടാറ്റ. അതെങ്ങനെ ഇരിക്കുന്നത് ശരിക്കും കാണിച്ചു കൊടുത്താ. കുപ്പി ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ച്. അങ്ങനെയല്ല ഇരിക്കുന്നേ. കണ്ടു. ടാറ്റ കൊടുത്തേരെ.